റാസൽ ഖൈമയിലെ ഒരു ഓഫ് ഡേയിൽ ജസ്റ്റ് ഫോർ എ ഹൊററിന് വേണ്ടി 12 മണിക്ക് ഒരു മാഗി ഉണ്ടാക്കാൻ കിച്ചണിൽ കയറിയതാ. എനിക്ക് എന്തിന്റെ കേടായിരുന്നു. ഇനി പറയാനുള്ളത് UAE ഉൾപ്പെടെയുള്ള മിഡിൽ ഈസ്റ്റ് കൺട്രീസിലോട്ട് കയറി വരാൻ ഉദ്ദേശിക്കുന്നവരുടെയും അതല്ല ഇവിടെയുള്ള ഭർത്താക്കന്മാരുടെയോ ഭാര്യമാരുടെയോ സോപ്പിട്ട് ഇങ്ങോട്ട് വരാൻ നിർബന്ധിക്കുന്നവരുടെയും പ്രത്യേക ശ്രദ്ധയ്ക്ക്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല സഹോ ഇവിടെ ഈ സമ്മർ സീസണിൽ. ഇനി എത്ര മാർക്ക് കുറഞ്ഞാലും കയറി ഗൾഫിൽ പോടാ എന്ന് പറയുന്ന പാരന്റ്സിനോടും കൂടി പറയുകയാണ്. സ്വന്തം വീട്ടിൽ ഒരു 5 മിനിറ്റ് AC ഇല്ലാതെ ഇരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇവിടെ. കുറച്ച് ആശ്വാസത്തിന് വേണ്ടിയിട്ട് പോയി കുളിക്കാമെന്ന് വെച്ചാൽ വെട്ടിത്തിളച്ച വെള്ളമാണ് ദേഹത്തോട്ട് വീഴുന്നത്. ആക്ച്വലി സ്പീക്കിംഗ് ഇവിടത്തെ വെള്ളത്തിന്റെ ചൂട് കാരണം ഹീറ്റർ വരെ നാണിച്ച് തല താഴ്ത്തിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനി കുറച്ച് സമാധാനം കിട്ടാൻ വേണ്ടി ഇത്തിരി നേരം ഫോണും തോണ്ടി ടോയ്ലറ്റിൽ പോകാമെന്ന് കരുതിയാൽ ഹാഫ് ഷവായി ആയിട്ടായിരിക്കും പുറത്തിറങ്ങുക. ജസ്റ്റ് ഇമാജിൻ, ഒരു പ്രഷർ കുക്കറിനകത്ത് നിങ്ങളെ ഇട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് പുഴുങ്ങാൻ വെക്കുന്ന ഒരു അവസ്ഥ. അതാണ് ഇവിടെ. ഇനി ഫുൾ ടൈം AC ഇടാന്ന് വെച്ചാൽ വരുന്ന ഫെബ ബില്ല് കണ്ട് അന്തം വിട്ട് കുന്തം വീഴും. ഇനി നിങ്ങൾക്കൊരു ജോലി കൂടി ആയിട്ടില്ലെങ്കിൽ പിന്നെ പറയാൻ വേണ്ട, എല്ലാ കുറ്റങ്ങളും നിങ്ങളെ തലയിൽ തന്നെ വരും. ഇതിന്റെയൊക്കെ പിറകെ യൂറിൻ ഇൻഫെക്ഷൻ, നടുവേദന, ഡീഹൈഡ്രേഷൻ, തലചുറ്റൽ പോലുള്ള നാനാ അസുഖങ്ങൾ വേറെയും. ഞാൻ ഈ കാണിക്കുന്നത് ഒരു റിയൽ ലൈഫാണ് കേട്ടോ. അടിച്ചുപൊളിയും കറക്കവും എല്ലാം ഒരു ഭാഗത്തൂടെ നടക്കുമെങ്കിലും ഇതാണ് ഒരു റിയൽ ലൈഫ്. അതുകൊണ്ട് പറയുക, ഈ മാർച്ച് സെപ്റ്റംബർ ടൈമിൽ വിസിറ്റിങ്ങിന് വരണം എന്ന് പറഞ്ഞ് വെട്ടക്കാക്കുന്ന കുടുംബക്കാർക്കും ഈ തോറ്റു പഠിച്ചാലും കുഴപ്പമില്ല, ഇവിടെ വന്ന് കൂലിപ്പണിയെങ്കിലും എടുക്കാം എന്ന ഓവർ കോൺഫിഡൻസിൽ നിൽക്കുന്നവർക്കും ഇതൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചാൽ കൊള്ളാം. ഈ ചൂടത്തും അവർ പണിക്ക് പോയി നിങ്ങളുടെ ആവശ്യങ്ങൾ നടത്തരുന്നുവെങ്കിൽ അവർ തന്നെയാണ് കേട്ടോ നിങ്ങളുടെ ലൈഫിലെ സാന്ത അല്ലെങ്കിൽ സൂപ്പർ ഹീറോ.